സ്വാഗതം. അപ്പം ഈ വീഡിയോ കാണുന്നവരുടെ പലരുടെ വീട്ടിൽ അക്വേറിയം ഉണ്ടായിരിക്കും. അപ്പോൾ അക്വേറിയത്തിൽ പൊടിയൊന്നും വീഴാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ടോപ്പ് കാർ വെക്കുന്നതാണ്. അപ്പോൾ ടോപ്പ് കാറിനൊക്കെ ഇപ്പോൾ പുറത്തൊക്കെ അക്വേറിയം ഷോപ്പിൽ ലഭിക്കുന്നതാണെങ്കിൽ പക്ഷെ നല്ല വില കൊടുക്കേണ്ടി വരും. അടുപ്പിക്കുകയാണെങ്കിൽ അതിനെക്കാട്ടും നല്ല വില കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അക്വേറിയത്തിന് ആവശ്യത്തിനുള്ള ടോപ്പ് കവർ എങ്ങനെ നമുക്ക് സ്വന്തമായി തന്നെ നിർമ്മിക്കാൻ, കുറഞ്ഞ ചിലവിൽ നമുക്ക് സ്വന്തമായി എങ്ങനെ നിർമ്മിക്കാൻ നോക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ വെച്ച് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ അക്വേറിയത്തിനുള്ള ടോപ്പ് കവർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അക്വേറിയത്തിന് ടോപ്പ് കവർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു തെർമാക്കോൾ പീസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള തെർമാക്കോൾ പീസാണ് നമ്മൾ എടുക്കുന്നത്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിനെക്കാട്ടി വലിയ പീസായിട്ടുണ്ടാവുക. ഞാൻ കട്ട് ചെയ്തെടുത്താണ്. വെറും 20-25 രൂപയൊക്കെ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ തെർമാക്കോൾ പീസ് നമ്മുടെ അക്വേറിയത്തിൻ്റെ ആ ഒരളവിൽ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനത് കട്ട് ചെയ്തെടുത്തതാണ്. ഇതേപോലെ നമ്മൾ അക്വേറിയത്തിൻ്റെ മുകളിൽ വെച്ചാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങി പോകാത്ത കറക്റ്റ് അളവിൽ പുറത്തേക്കുള്ള ആ ഒരു അളവിൽ നിൽക്കണം. ഇതുപോലെ ഗ്ലാസ് ഒന്നും മുകളിലത്തെ ഗ്ലാസിൻ്റെ കട്ട് അതൊന്നും കാണരുത്. കറക്റ്റായിട്ടാണ് അവിടെ നമ്മൾ നിൽക്കേണ്ടത്. കറക്റ്റ് അളവിൽ ഇത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ആ തെർമാക്കോൾ പീസ് എടുത്ത് ഞാൻ എൻ്റെ അക്വേറിയം 1.5 അടിയുടേതാണ്. അപ്പോൾ അതിൻ്റെ അളവ് ഞാനിവിടെ ഒന്ന് കാണിച്ചു തരാം. എൻ്റെ അക്വേറിയം എൻ്റെ എടുത്തു പറഞ്ഞാൽ 44 സെൻറ്റിമീറ്ററാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ എൻ്റെ അക്വേറിയത്തിൻ്റെ ഈ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 29 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇതാണ് 1.5 അടിയുടെ അക്വേറിയത്തിൻ്റെ അളവ്. പിന്നെ ഞാനിവിടെ 2 ലൈന് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അക്വേറിയത്തിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതിനെ 2 ഭാഗമാക്കുക. അതിൽ ഒരു ഭാഗം ഇവിടെയും ഒരു ഭാഗം ഇവിടെയും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ 4-ൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 11 സെൻറ്റിമീറ്ററാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 11 സെൻറ്റിമീറ്റർ ഞാൻ ഈ സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത 11 സെൻറ്റിമീറ്റർ അപ്പുറത്തെ സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് അവിടെ നമുക്ക് നമുക്ക് 11 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത ആ സൈഡിൽ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ആ 11 സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്ത അത് നമുക്ക് എടുക്കാം. മറ്റേത് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല, നമുക്കതെടുക്കാം. മറ്റേ പീസ് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെടുത്ത ആ പീസിൽ 11 സെൻറ്റിമീറ്റർ ഉള്ള പീസ് ഞാനിവിടെ 2 സൈഡിലും ഒരു രണ്ട് സ്ക്വയർ ഇങ്ങനെ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് അയ്യാറൊക്കെ എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ മാർക്ക് ചെയ്ത ആ സ്ഥലത്ത് നമുക്ക് അവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 സ്ക്വയർ മാർക്ക് ചെയ്ത് അവിടെ നമ്മൾ ഒരു ഹോള് പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കറക്റ്റായി കട്ട് ചെയ്യണം. ഇനി നമ്മൾ ഒരു 2 പീസ് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ 11 സെൻറ്റിമീറ്റർ ഉള്ള ആ പീസില്ലേ അതിൻ്റെ ലെങ്ത്താണ് എടുക്കേണ്ടത്. അപ്പോൾ 29 സെൻറ്റിമീറ്റർ. അപ്പോൾ അതാണ്. പിന്നെ അതിൻ്റെ വിഡ്ത്ത് പറഞ്ഞാൽ 1 ഇഞ്ചാണ്. 1 ഇഞ്ചാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ 1 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അതിൽ നിന്ന് ഒരു പീസ് എടുക്കുക. എന്നിട്ട് ആ 1 ഇഞ്ച് മാർക്ക് ചെയ്താൽ അതും മറ്റേതും നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കണം. അതെങ്ങനെ ഒട്ടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒന്ന് പിടിച്ച് ഒരു ചെരുവിലാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. അധികം ചെയ്യേണ്ട ലേശം ഒരു ചെരുവിൽ ഇതുപോലെ ഒന്നാണ് ഞാൻ കാണിക്കുന്ന പോലെ അതുപോലെ ഒരു ചെരുവിൽ നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒട്ടിക്കാൻ വേണ്ടി എടുത്ത ഗമ്മ് ഫെവിക്കോളാണ്. അപ്പോൾ ഫെവിക്കോളൊന്ന് നമുക്ക് ആദ്യം ആ ഒരു പീസ് നമുക്കതൊന്ന് ഫെവിക്കോളൊന്ന് അപ്ലൈ ചെയ്യാം. നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ, കറക്റ്റായിട്ട്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ആ പീസ് നമ്മൾ ഗമ്മ് തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ പീസ് എടുക്കുക. ഒട്ടിക്കാൻ വേണ്ടി വലിയ പീസ് എടുത്തതിന് ശേഷം അവിടെയും നമുക്കതൊന്ന് ഫെവിക്കോള് അപ്ലൈ ചെയ്യും. നല്ലോണം ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗമ്മൊക്കെ എടുക്കാം. ഞാൻ ഒരു ധർമ്മക്കോളം ഒട്ടി കിട്ടിയാൽ മതി. ഓക്കെ, ഞാൻ 2 പീസ് നമ്മൾ ധർമ്മക്കോൾ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും ഇതുപോലെ ഞാൻ കാണിച്ച പോലെ ഒരു ചെരുവിൽ നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇത് കാണുക, ഇതുപോലെ നിങ്ങൾ പിടിച്ച് കുറേ ഒന്ന് പിടിച്ച് നിൽക്കണം. എന്നാൽ നല്ല ഫേക്കുള്ള ഒട്ടിയുടെ കുറച്ച് ടൈം എടുക്കും അങ്ങനെ പിടിച്ചെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിവിടെ ആ ഒരു പീസ് ഇതുപോലെ ഒരു ചെരുവ് എടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് ചെരുവ് മാത്രമാണ് ഞാൻ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ബാക്കിയുള്ള ഒരു 2 പീസ് ഉണ്ടാവും, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത അതുപോലത്തെ, അതും നമ്മൾ നേരത്തെ ഒട്ടിച്ച അതേ ചെരുവിൽ തന്നെ ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഒരേ ചെരുവിൽ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഒക്കെ ഒരുപോലെ തന്നെ. പിന്നെ ഫെവിക്കോൾ തൊട്ടായിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് കൊണ്ടാണ് ഒട്ടിച്ചത്. ഫെവിക്കോളിൻ്റെ ഒട്ടും പക്ഷേ ഇത്തിരി ടൈം എടുക്കണമെന്നുള്ളൂ. അപ്പം ഞാൻ പിന്നെ ഗ്ലൂ ഗണ്ണ് ഉള്ളവരൊക്കെ ഗ്ലൂ ഗണ്ണ് കൊണ്ട് ഒട്ടിച്ചാൽ വേഗം കഴിയും. ഒക്കെ ഗ്ലൂ ഗണ്ണ് കൊണ്ട് ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനൊരു ധർമ്മക്കോൾ പീസ് എടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണാം. അതിൻ്റെ വിടുത്ത് നമ്മളൊരു 40, നമ്മുടെ അക്കുറത്തിൻ്റെ വിടുത്ത് എത്രയാണ് ആ ഒരു അളവിലാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ അകത്തിൻ്റെ അടുത്ത് 44 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലൈനിലൂടെ മറ്റേതാട്ടോ നമ്മുടെ 44 സെൻറ്റിമീറ്റർ മറ്റേതായിട്ട് കൂട്ടുകയാണെങ്കിൽ ഓക്കെ, ഈ 44 സെൻറ്റിമീറ്ററാണ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഒട്ടിച്ചില്ലേ, കാണാൻ നേരത്തെ ഒട്ടിച്ച ആ ഒരു പീസ് ഇതുപോലെ നമ്മൾ ചെരുവിൽ ഒട്ടിച്ചിട്ടുള്ള ഇങ്ങനെ ആക്കിയിട്ടുള്ള ആ ഒരു പീസ് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു പീസ് ഇതിൻ്റെ കറക്റ്റായി വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് മാർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ കറക്റ്റായിട്ട് വെക്കണം. ചെറുങ്ങനെയല്ലാട്ടോ വെക്കേണ്ടത്, എനിക്ക് മാറിപ്പോയതാണ്. ഇതേപോലെ നമ്മൾ റോഡ് ഷേപ്പിലാണല്ലോ നമ്മൾ അക്കുറത്തിന് വേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് വെക്കേണ്ടത്. നമ്മൾ അങ്ങനെ കറക്റ്റായിട്ട് വെക്കണം. അതിന് ശേഷം അതൊന്ന് മാർക്ക് ചെയ്യണം. അപ്പം ഞാനിവിടെ പെണ്ണുകൊണ്ടാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും എടുത്തൊന്ന് മാർക്ക് ചെയ്യാം. അതിൻ്റെ എൻഡ് വരെ നമ്മൾ ആ വെറുളിയ പീസിൽ നമ്മൾ പിടിച്ച് നിൽക്കണം. അതിൻ്റെ എൻഡ് വരെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം ആ പീസ്. ഓക്കെ, ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ചെരുവ് ഇതുപോലെ അതിൻ്റെ അളവിൽ മാർക്ക് ചെയ്യും. ഇതുപോലെ നമുക്ക് അപ്പുറത്തെ സൈഡ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പീസ് തന്നെ എടുത്ത് അതിൻ്റെ ഓപ്പോസിറ്റായി അതേപോലെ തന്നെ വെക്കുക. അപ്പോൾ ഇതിൻ്റെ എൻഡിലാണ് വെക്കേണ്ടത്. കറക്റ്റായി അതിന് മാർക്കില്ലല്ലോ, എൻ്റെ ഭാഗമല്ലല്ലോ. അപ്പോൾ അത് അവിടെ പിടിച്ചതിന് ശേഷം നമ്മൾ പെണ്ണെടുക്കുക. എന്നിട്ട് അവിടെ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. കറക്റ്റായിട്ട് ഓക്കെ, ഞാനിവിടെ 2 സൈഡും മാർക്ക് ചെയ്തെടുത്തിട്ട് ഇനി നമ്മൾ ചെയ്യാൻ ആ രണ്ട് സൈഡും ഈ കൂട്ടിമുട്ടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നമ്മൾ സ്കെയിലെടുക്കണം. ഞാനിവിടെ സ്കെയിൽ എടുത്തിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകും. അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് വെച്ചിട്ട് കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് അവിടെ ഇങ്ങനെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ രണ്ടും കൂടി കൂട്ടി നോക്കി. ഇപ്പോൾ ഇങ്ങനെയാണ് ഒരു പീസ് ഉണ്ടാവും, ഇങ്ങനെ പോലെ ഉണ്ടാവും മാർക്ക് ചെയ്താൽ. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് അവിടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു പീസും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 പീസാണ്. ഞാനിവിടെ 2 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരേ അളവാട്ടോ വേണ്ടത്. അപ്പോൾ കട്ട് ചെയ്ത് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ഒരു പീസില്ലേ, ആ ഒരു പീസ് എടുത്തിട്ട് അതിൽ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തത് അതുപോലെ കറക്റ്റായിട്ട് വെച്ച് അത് നന്നായിട്ട് കറക്റ്റായിട്ട് നിൽക്കണം. അല്ലെങ്കിൽ കാണാൻ സാധിക്കും എനിക്ക് തോന്നുന്നു. അപ്പോൾ കറക്റ്റായിട്ട് വെച്ചിട്ട് അവിടെ നിന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഓക്കെ, ഞാനിവിടെ അവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ മറ്റേ ഒരു പീസ് ഉണ്ടാവില്ല, ഇതുപോലെ 2 പീസ്. അപ്പോൾ മറ്റേ പീസ് ഇതുപോലെ അപ്പുറത്തെ സൈഡിൽ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ നേരത്തെ ഒട്ടിച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഇതുപോലെ വെച്ച് അവിടെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെയും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഈ ഒരു പീസില്ലേ,
മറ്റേൻ്റെ ബാക്കി അത് നമുക്ക് ഈ സൈഡിലും നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് ഞാനിത് പോലെ 2 പീസ് എടുക്കണം. അതിൻ്റെ വിഡ്ത്ത് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്ററാണ്. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ വലിയ ഇതില്ലേ ഓട് ഷേപ്പ് പോലെയുള്ള ആ ഒരു ടോപ്പ് കവറിൻ്റെ ഏറ്റവും വലിയ ഭാഗമായി തോന്നുന്ന ആ സ്ഥലം അവിടെ നമുക്കൊന്ന് വെച്ചാൽ അതാണ് ലെങ്ത്ത്. ആ ഒരളവാണ് അവിടെ ലെങ്ത്ത്. നമുക്ക് അവിടെ ഇങ്ങനെ വെച്ചിറക്കി വെച്ച് അങ്ങനെ ഒന്ന് നമുക്ക് അവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഇനി നമുക്ക് വേറെ ഒരു തെർമോക്കോൾ പീസ് എടുക്കുക. ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അളവൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇതുപോലെ ഒരു ഒട്ടിച്ച് കൊടുത്തില്ലേ, അതിൻ്റെ മുകൾവശം ഒരു ഓട്ടമായിട്ട് ഒരു ഒഴിവ് പോലെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടെ ഒട്ടിക്കാനാണ് ഈ ഒരു പീസ്. അപ്പോൾ അതിൻ്റെ അളവ് പറഞ്ഞാൽ അവിടെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ് എടുത്തിട്ട് അതിന് നിങ്ങളുടെ അളവാണ് എൻ്റേത് ചിലപ്പോൾ ഒരുപോലെ ആവില്ല. അപ്പോൾ ആ ഒരു അളവിലാണ് നിങ്ങളിവിടെ കട്ട് ചെയ്യുന്നത് തെർമോക്കോൾ എടുക്കേണ്ടത്. അധികം ചെറിയ പീസാണ് ഇങ്ങനെ വെച്ചത്. ഇനി നമ്മൾ 2 സെൻറ്റിമീറ്റർ എക്സ്ട്രാ അപ്പുറത്തും ഇപ്പുറത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതോ 2 സെൻറ്റിമീറ്റർ എക്സ്ട്രാ അപ്പുറത്ത് 2 സെൻറ്റിമീറ്റർ എക്സ്ട്രാ. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറത്തേക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ആ 2 സെൻറ്റിമീറ്റർ കുറച്ച് പുറത്തേക്കായിട്ട് നിൽക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പീസ് അവിടെ ഒട്ടിച്ചെടുക്കാണ് വേണ്ടത്. അപ്പോൾ അതവിടെ ഒട്ടിക്കുമ്പോൾ നമുക്ക് അവിടെ അങ്ങനെ വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. 2 സെൻറ്റിമീറ്റർ എക്സ്ട്രാ ആട്ടോ എടുക്കേണ്ടത്. ഓക്കെ, അത് ഒട്ടിക്കുമ്പോൾ നമ്മൾ ആ വലിയ പീസ് എടുക്കുക. അത് ഇങ്ങനെ വെച്ചതിന് ശേഷം 2 സെൻറ്റിമീറ്റർ പുറത്തേക്കായിട്ടാട്ടോ നിൽക്കേണ്ടത്. ബാക്കിയുള്ള ഭാഗം കറക്റ്റായിട്ട് നിൽക്കുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ മാർക്ക് ചെയ്ത ആ ലൈനിൽ കറക്റ്റായിട്ട് വെക്കുക. അപ്പോൾ കുറച്ചിങ്ങോട്ട് പുറത്തേക്കായിട്ട് നിൽക്കണം വേണം. അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത 2 സെൻറ്റിമീറ്ററാണ്. അപ്പുറത്തും പുറത്തേക്കായിട്ട് നിൽക്കാം. ഇനി നമുക്കതൊന്ന് അവിടെ നമ്മൾ ഒട്ടിച്ചെടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ അത് അവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അവിടെ ഒരു കാണാൻ രസമി നമ്മൾ അവിടെ പെയിൻ്റ് അടിക്കണം. ഞാനിവിടെ അക്രിലിക് പെയിൻറ്റ് ബ്ലൂ കളറാണ് അടിക്കുന്നത്. പെയിൻ്റൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചാൽ മതി. എൻ്റെയൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ആദ്യമൊന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ ബ്രഷൊക്കെ വലുതാകുമ്പോൾ ഇതിൽ സ്പീഡായിട്ട് അടിക്കാൻ കഴിയും. എൻ്റെ ചെറിയ ബ്രഷാണ് എൻ്റെ ഉള്ളതിപ്പോൾ. അപ്പോൾ കുറച്ച് നേരം പിടിക്കും. വലിയ ബ്രഷ് ഉണ്ടെങ്കിൽ അതിനോടൊക്കെ അടിച്ചു കൊടുക്കാം. അപ്പം നല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അടിച്ചാൽ മതി. ഞാനിത് ഒരു കാണാനൊരിത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അക്വറിയത്തിൻ്റെ ടോപ്പ് കവർ ഞാനിവിടെ പെയിൻ്റ് അടിച്ച് ഉണക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് അക്വറിയത്തിൻ്റെ മുകളിൽ ഇട്ട് നോക്കാം. ഇത്രയുള്ളൂ നമ്മുടെ പരിപാടി. അക്വറിയത്തിന് മുകളിൽ ഇട്ട് അക്വറിയത്തിൻ്റെ മുകളിലിട്ടുള്ള ഇത് നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഫ്രണ്ട്സ്, വീട്ടിൽ അക്വറിയം ഉള്ളവരൊക്കെ ഈ ടോപ്പ് കവർ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ തെർമോക്കോളൊക്കെ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്യണം. അളവ് തെറ്റി നമ്മൾ അക്വറിയത്തിന് പാകമില്ല. കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യുകയോ ഒട്ടിക്കുകയൊക്കെ വേണം. പിന്നെ നിങ്ങൾക്ക് തെർമോക്കോളിന് പകരം സൺപാക്കൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതെൻ്റെ ഒരു ഡിസൈനിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് വേണം ഡിസൈൻ മാറ്റിയിട്ടൊക്കെ മോഡലൊക്കെ മാറ്റി നിങ്ങളുടേതായ മോഡലിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ അക്വറിയം ഉള്ളവർക്കും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഡുവോച്ചോം എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാനും തന്നെ അവരുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ മുഹമ്മദ് ഇസ്മായിൽ ഓക്കാം. ഗുഡ് ബൈ.